mesmerizing wedding collection. Tejaswini by Chungat Jewelry. India's first wedding photography and videography giveaway for 5 selected couples. 2024 ഒക്ടോബർ 1-നും 2025 മാർച്ച് 31-നും ഇടയിൽ വിവാഹിതരാകുന്നവർക്ക് കംപ്ലീറ്റ് വെഡിംഗ് ഷൂട്ട് ഗിവ് അവേ ആയിട്ട് ലഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: V7 Entertainmentsന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കപ്പിൾ നെയിം, അഡ്രസ്, വെഡിംഗ് ഡേറ്റ് ആൻഡ് പ്ലേസ് എന്നീ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുക. ഏവർക്കും V7 Entertainmentsന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്കൂട്ടറിൽ പോകുകയായിരുന്ന ദമ്പതികൾക്ക് നേരെ കാട്ടാന ആക്രമണം. ജീവൻ തിരിച്ചു കിട്ടിയത് തലനാരിഴയ്ക്ക്. തൊട്ടടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ടും വനപാലകർ എത്തിയില്ലെന്നും ആരോപണം. ജോലി കഴിഞ്ഞ് വരായിരുന്നു. വരുന്ന വഴിക്ക് ഞങ്ങള് ആനേനെ പെട്ടെന്നൊരു വളവായതുകൊണ്ട് അവിടെ വെട്ടം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. തൊട്ടടുത്ത് എത്തിയതിന് ശേഷം കണ്ടപ്പോ തന്നെ ഞങ്ങൾ വണ്ടി വളച്ചു. പക്ഷെ വളച്ചിട്ട് ഞങ്ങൾ വണ്ടി ഇതായില്ല, വീണ വഴി ആന വന്ന് ഞങ്ങൾ ഇടിച്ച് ഞങ്ങൾക്ക് കാണാം ആന ഞങ്ങളുടെ കവർ ചെയ്ത് പോകുന്നത്. ഇത് മാത്രമേ എനിക്ക് വന്നുള്ളൂ, കൈ ചെറിയൊരിത്. പിന്നെ വീണതിന്റെ ഒരു അസ്വസ്ഥയുണ്ട് ശരീരത്തിന്. കാലടി പ്ലാന്റേഷനിൽ ദമ്പതികൾക്ക് നേരെ കാട്ടാന ആക്രമണം. ബൈക്ക് യാത്രികരായ ദമ്പതികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഇന്നലെ വൈകിട്ട് 7:30 സംഭവം. അയ്യമ്പുഴ സ്വദേശികളായ പൈനാടത്ത് വീട്ടിൽ ബിജുവും ഭാര്യ സോബിയുമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ജോലി കഴിഞ്ഞ് വരികയായിരുന്ന സോഫിയയും കൂട്ടി വീട്ടിലേക്ക് പോകും വഴിയായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അയ്യമ്പുഴ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുളിരാംതോട് അമ്പലത്തിന് സമീപമാണ് ദമ്പതികൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വളവിൽ നിൽക്കുകയായിരുന്ന ആനയ്ക്ക് മുമ്പിൽ ഇവരുടെ സ്കൂട്ടർ അകപ്പെടുകയായിരുന്നു. ആനയെ കണ്ട് വാഹനം തിരിക്കുന്നതിനിടയിൽ ഇവർക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയും സഞ്ചരിച്ച സ്കൂട്ടർ ഇടിച്ച് മറിച്ചിടുകയും ചെയ്തു. ആക്രമണത്തിൽ കാട്ടാനയുടെ കാലിനടിയിൽ ദമ്പതികൾ പെടുകയും ഇവർ ധരിച്ചിരുന്ന ഹെൽമറ്റിൽ കാട്ടാന കാൽ കൊണ്ട് തട്ടുകയും ചെയ്തു. ആനയുടെ ശ്രദ്ധ മാറിയ ഉടനെ തന്നെ ഇവർ ആനയുടെ കാലിനടിയിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ആന ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ 100 മീറ്ററോളം വലിച്ചിടിച്ച് കൊണ്ടുപോകുകയും ചെയ്തു. 13 ബ്ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ അമ്പലമുണ്ട്. തൊട്ട് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഒരു വളവാണ്. ആ വളവില് വണ്ടി വളച്ച് കൊണ്ടുവന്ന് തൊട്ട് ഫ്രണ്ടിൽ ഏകദേശം ഒരു 25 അടി അകലമുള്ള ആന ഞാനും തമ്മിൽ വന്ന് നടു റോട്ടിൽ നിന്നപ്പോഴാണ് കാണുന്നത്. എനിക്ക് വണ്ടി തിരിക്കാൻ പറ്റിയില്ല. ഇദ്ദേഹം ബാക്കിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ കാല് കുത്തി വണ്ടി കൊണ്ട് വളയ്ക്കാൻ നിൽക്കല, ആന ഓടി വന്നപ്പോൾ ഇദ്ദേഹം 3 പ്രാവശ്യം, 4ാമത്തെ പ്രാവശ്യം ആനതേ വന്നു 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 എന്ന് പറയല്ല, ആന വന്ന് വണ്ടി ഇടിച്ച് ഞങ്ങൾ റോട്ടിൽ നിന്ന് തെറിച്ച് പുല്ലിലേക്ക് വീണ് കഴിഞ്ഞ് ഈ ആന വണ്ടിയുടെ അടിയിൽ ഞാനും ഇദ്ദേഹം കിടക്കാണ്. കവച്ച് വെച്ചിട്ട് ആന കിടക്കുന്ന വണ്ടിയുടെ വെട്ടത്തിൽ ഞാൻ കിടന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഈ കവച്ച് വെച്ചിട്ട് ആന കാലിക്ക് ഇങ്ങനെ അടിച്ചത്. എൻ്റെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, തലേന്ന് ഹെൽമെറ്റ് പോയില്ല. ഹെൽമെറ്റ് വെച്ചിരുന്നെങ്കിൽ ഹെൽമെറ്റുമേ ആനയുടെ കാലിൻ്റെ ആ ചെളി അങ്ങനെ തന്നെ ബാക്കിൽ ഇരിപ്പുണ്ട്, കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ആന അപ്പോഴേക്കും ഞാൻ ഇദ്ദേഹത്തിന് കരച്ചിൽ തുടങ്ങി. ഇദ്ദേഹത്തിനെ വിളിച്ച് തപ്പി എനിക്ക് കയ്യിലുണ്ടായ സാധനങ്ങളൊക്കെ പോയി. ഇരുട്ടാണ്, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. എനിക്ക് ഓടി തൊട്ടപ്പുറത്ത് തന്നെ ഒരു സ്റ്റാഫുണ്ട്. ഈ സ്റ്റാഫിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പോഴേക്കും വേറെ ബൈക്ക് വന്നു. ബൈക്കുകാരനെ വിളിച്ച് പറഞ്ഞാണ്, ആളുകളെ വിളിച്ചറിയിച്ചാണ് അവിടെ നാട്ടുകാർ വന്നത്. സംഭവം നടന്ന് ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള അയ്യമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഉടൻ വിവരമറിയിച്ചെങ്കിലും വാഹനമില്ലെന്ന കാരണത്താൽ അവർ എത്തിയില്ലെന്ന് ആക്ഷേപമുണ്ട്. അപ്പൊ നമ്മുടെ അവിടെ ഒരു പാർട്ടി സെക്രട്ടറി, ഒരു തളിയൻ ഷാജി എന്ന് പറഞ്ഞ അദ്ദേഹം നേരെ അപ്പോൾ തന്നെ അത് ഫോറസ്റ്റ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നത് വണ്ടിയുടെ സാർമാർക്ക് എന്തോ വണ്ടിയുടെ ഒരു ചെറിയൊരു അസൗകര്യം ഉണ്ടായിരുന്നു, അത് കാരണം കൊണ്ടാണ് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്തതെന്നാണ് പറഞ്ഞത്. 1 മണിക്കൂറിന് ശേഷം ഏഴാറ്റുമുഖം റേഞ്ചിലെ അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വനപാലകരെത്തിയാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഏഴാറ്റുമുഖം ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള സ്ഥലമായതിനാലാണ് തൊട്ടടുത്തുള്ള അയ്യമ്പുഴ സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥർ എത്താതിരുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു.